ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിലെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ അലീന തൻ്റെ പപ്പയുടെ വീട്ടിൽ ഒരുപാട് പട്ടാള ചിട്ടകളൊക്കെ അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അലീനക്ക് അത് പറ്റണമൊന്നുമില്ല, എങ്കിലും അലീന ഏറെക്കുറെയൊക്കെ അതിനായിട്ട് ഒത്തുപോകുന്നുണ്ട്. അത് ചായ കുടിക്കേണ്ടത് ഇന്നൊരു സമയത്താണെങ്കിൽ ആ സമയത്ത് മാത്രമേ ചായ കുടിക്കാൻ പാടുള്ളൂ. ഭക്ഷണത്തിന് 12 മണിക്ക് ക്ലോക്ക് അടിക്കുമെങ്കിൽ 12 മണിക്കാണ് അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ രാത്രി 8 മണിക്ക് മുമ്പ് ഡിന്നർ കഴിച്ചിരിക്കണം. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ അലീനക്ക് ആദ്യമൊന്നും പറ്റണമെന്നില്ല, പിന്നെ പതുക്കെ പതുക്കെ ശരിയാവുന്നുണ്ട്. അലീനാണെങ്കിൽ കഴിക്കണ സമയത്ത് ഒരു ചെറിയ ചിക്കൻ പീസ് നിലത്ത് പോകുമ്പോഴേക്കും നോ നോ അത് കഴിക്കേണ്ട, അത് നിലത്ത് വീട് എച്ചിലായി എന്ന് പറയുമ്പോൾ അലീന അതിനെ തിരിച്ച് മറുപടി പറയണ്ട്, അത് എച്ചിലാക്കിയത് നമ്മളല്ലേ. ഒരു സാധനത്തെ എച്ചിലെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നെയല്ലേ. ഇത് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ എൻ്റെ ബാല്യകാലത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു ചിക്കൻ്റെ പീസ് അല്ലെങ്കിൽ ഒരു മീൻ വറുത്തത് കഴിക്കാനൊക്കെ ഒരുപാട് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. കാക്ക പറന്നു പോകുമ്പോൾ അതിൻ്റെ വായിൽ നിന്ന് നെയ്യപ്പോ അച്ചപ്പോ എന്തിനൊക്കെ നിലത്ത് വീണെങ്കിൽ അത് പൊടി തട്ടി തിന്നാൻ വേണ്ടി പോലും കൊതിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും പറഞ്ഞ പപ്പയ്ക്ക് മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത വിഷമം തോന്നി പോകുകയാണ് നമ്മുടെ എന്താണ് സ്റ്റാൻലി കേട്ടോ. സ്റ്റാൻലി പറയുന്നുണ്ട്, സോറി മോളെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇവിടെ ജീവിക്കുമ്പോൾ ഇതിൻ്റേതായിട്ടുള്ള ചട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അലീന പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പപ്പ ഒരു മിലിറ്ററി ഓഫീസറാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പപ്പയ്ക്ക് ഉണ്ടാകും. പക്ഷെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അതിനേക്കാൾ അപ്പുറം നമ്മുടെ ജീവിതം എന്നുള്ള സംഭവം കൂടി കാണണം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ പട്ടാളത്തിൽ ഒതുങ്ങിക്കൂടണം മാത്രമല്ല, അതിനേക്കാളും താഴ്ന്ന രീതിയിൽ പട്ടിണി കിടക്കുന്ന സ്ഥലങ്ങൾ വരെ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് പപ്പ ആലോചിച്ചിട്ടുണ്ടോ? എത്രയോ കുഞ്ഞു കുട്ടികൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാനായിട്ട് അലഞ്ഞു തിരിഞ്ഞ് പട്ടിണി കിടന്ന് മരിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാവോ? അതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കണം പപ്പ. ഭക്ഷണം അതെല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. നമ്മളെപ്പോലെ തന്നെ എല്ലാ ജീവനുള്ള മൃഗങ്ങൾക്കും ഭക്ഷണം പ്രിയപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അലീന പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ, അവൾ എന്ത് പക്വതയുള്ളൊരു പെൺകുട്ടിയാണ് എന്നൊക്കെ സ്റ്റാൻലി ആലോചിക്കുക കേട്ടോ. അതേ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈജയന്തി ആണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആവാൻ വേണ്ടി കാത്തിരിക്കുക കേട്ടോ. ബാലചന്ദ്രൻ വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട്, പിന്നെ ബാലചന്ദ്രനെ കാണാൻ ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ. അങ്ങനെ ബാലചന്ദ്രൻ രാവിലെ ആയിട്ട് ഷോ അവിടെ നിന്ന് റൂം വെക്കിയിട്ടിട്ട് വരേണ്ട സമയമായല്ലോ, ഇതുവരെ വന്നില്ലല്ലോ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. ബബിത ചോദിക്കേണ്ടല്ല, അമ്മ എന്തായി ആലോചിച്ച് നടക്കണത്? എടി, നിന്റെ അച്ഛൻ ഇന്നലെ റൂമിലാണ് താമസിക്കണമെന്ന് പറഞ്ഞു, ഭയങ്കര ക്ഷീണമായതുകൊണ്ട് രാവിലെ ഇരുന്നിട്ട് ഇതുവരെ വണ്ടി ഓടിക്കാനായിട്ട് സമയമായിട്ടില്ല നിന്റെ അച്ഛനെ എന്ന് ചോദിക്കണം. അതുകൊള്ളാലോ, അമ്മക്ക് വിളിച്ച് ചോദിച്ചൂടെ അച്ഛൻ പുറപ്പെട്ടോന്ന്? ഞാനൊന്നും വിളിക്കില്ല. ഓ, ഇനിയിപ്പോൾ അച്ഛനെ വിളിക്കണമായിരിക്കുമല്ലേ. ശരി, ഞാൻ ചോദിച്ചോളാം. അത് മാത്രമല്ല, എനിക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ട് അച്ഛൻ തിരിച്ച് ഇറങ്ങിയോന്ന്. ഞാൻ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബബിത ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ, മോളെ പറ മോളെ. അച്ഛൻ എപ്പോഴാണ് എത്തുക? അച്ഛൻ അവിടെ നിന്ന് തിരിച്ചോ? തിരിച്ചു മോളെ, ഒരു 10-15 മിനിറ്റ് ഇപ്പം തന്നെ വീട്ടിലേക്ക് എത്തും എന്ന് പറയാണ്. ശരി അച്ഛ എന്ന് പറഞ്ഞ ബബിത ഫോൺ വെക്കുന്നുണ്ട്. ശേഷം വൈജയൻ്റെ അടുത്ത് പറയുന്നുണ്ട്, കേട്ടല്ലോ, അച്ഛൻ 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടെ എത്തും എന്ന് പറയാണ്. ശരി ശരി എന്ന് പറഞ്ഞിട്ട് വൈജയന്തി റൂമിലേക്ക് പോവാണ്. പക്ഷെ വൈജയന്തിൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം കേട്ടോ. ഓ, തൻ്റെ ബാലചന്ദ്രനെ കുറേ നാളിന് ശേഷം കാണാൻ പോയല്ലേ. എന്തൊക്കെ പറഞ്ഞാലും എവിടെയൊക്കെയോ ബാലചന്ദ്രനോട് ചെറിയൊരു സ്നേഹം, അതായത് അദ്ദേഹം വേറെ ആടെ ആവരുത്, അങ്ങനത്തെ ഒരു പൊസിറ്റീവ്നെസ് ഉണ്ടെന്ന് തന്നെ പ്രണയത്തിന്റെ ലക്ഷണമാണല്ലോ. അപ്പൊ ആ ഒരു സ്നേഹം എവിടെയൊക്കെയോ വൈജയന്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ കുറേ നാളിന് ശേഷമാണല്ലോ കാണുന്നത്. അപ്പൊ തന്നെ സുന്ദരിയായിരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ കുളിക്കാൻ വേണ്ടി ഓടണം വൈജയന്തി, കുറച്ച് നല്ല മെനയായിട്ടും സുന്ദരിയായിട്ടും കുറച്ച് അണിഞ്ഞൊരുങ്ങി നിൽക്കാനായിട്ട്. ബാലചന്ദ്രൻ അങ്ങനെ വൈജയന്തി ഭയങ്കര സംഭവമാണെന്ന് തോന്നിക്കാനായിട്ട് കേട്ടോ. അതേ സമയത്ത് കമലയാണെന്നുണ്ടെങ്കിൽ പിറുപിറുത്തോണ്ടിരിക്കുകയാണ്. മനു ഭക്ഷണം കഴിക്കാൻ പോലും കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൾ അങ്ങനെ ചെയ്തു, എൻ്റെ പൊന്നു മോൻ ഹരി അവിടെ അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ടാവോ? മറ്റവളുണ്ടല്ലോ ആ ശരണ്യ, അവൾ കയ്യും കലാശമൊക്കെ കാണിച്ച് എൻ്റെ മകനെ വീഴ്ത്തിയതാണ്. എന്നിട്ട് അവൻ്റെ കൂടെ അവളാണ് പോയി കിടക്കാൻ വേണ്ടി പോയത്. എന്നിട്ട് അവസാനമായപ്പോഴും അവൻ അവളെ പീഡിപ്പിക്കാൻ വേണ്ടി നോക്കിയെന്ന് പറഞ്ഞിട്ട് അയ്യോ പത്തോന്ന് പറഞ്ഞ് കരച്ചില്. അതിൻ്റെ ബാക്കിയാണ് ആ ലീന എന്ന് പറഞ്ഞവള്. അവള് കയ്യും കാലും കാണിച്ചിട്ട് എൻ്റെ മൂത്ത മാനെ വശത്താക്കി. എല്ലാം കൂടിയായിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്, എല്ലാം കൂടിയായിട്ട് എനിക്ക് തലവേദനയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മനു പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ്. മതി, നിർത്ത്. നിങ്ങളുടെ ഈ നശിച്ച നാവ് ഒരിക്കലും നേരെയാവില്ലേ. ഒരിക്കലും പോലും നല്ലത് പറയാൻ വേണ്ടി നിങ്ങളുടെ നാവ് വഴങ്ങില്ലേ? അച്ഛാ, നിങ്ങൾ വിവാഹം കഴിച്ചപ്പോൾ തൊട്ട് ഈ അമ്മ ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേടാ, ഏറെക്കുറേക്ക് ഇങ്ങനെ തന്നെയായിരുന്നു. മനുഷ്യ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഏറെക്കുറേക്ക് ഇങ്ങനെയാണ് പോലും. എന്നെ ഇങ്ങനെ ആക്കിയത് ആരാണ്? നിങ്ങളുടെ ഈ തറവാട്ടിലേക്ക്, ഈ നശിച്ച തറവാട്ടിലേക്ക് എപ്പോൾ വന്നോ അന്ന് മുതലാണ് ഞാനിങ്ങനെ ആയത് എന്നൊക്കെ ആ കമല ഇങ്ങനെ വിട്ടുകൊടുക്കാതെ പറയും കേട്ടോ. മനു പറയണ്ട്, അതെനിക്ക് മനസ്സിലായി. രണ്ടും കൂടി ആയപ്പോഴേക്കും സെയിം ആയി.
തറവാട്ടിലുള്ളവരും ഇങ്ങനെ തന്നെയായിരുന്നു. അമ്മ അങ്ങനെ ഓൾറെഡി അങ്ങനെ തന്നെയാണ്. രണ്ടും കൂടി ആയപ്പോഴേക്കും ആഹാ കറക്റ്റായി. പിന്നെ അമ്മ പറയണല്ലോ, അലിനെ കുറ്റപ്പെടുത്തിയല്ലോ, ശരണ്യനെ കുറ്റപ്പെടുത്തിയല്ലോ, ആ പാവം പെണ്ണിനെ കുറ്റപ്പെടുത്താൻ നമുക്ക് നാണുല്ലേമേ. അമ്മയുടെ മകൾക്കാണ് ഈ അവസ്ഥ വന്നെങ്കിൽ അമ്മക്ക് സഹിക്കുമായിരുന്നോ? എടാ എൻ്റെ മകൾക്ക് ഈ അവസ്ഥ വരില്ലടാ, അവളെ ഞാനാണ് വളർത്തിയത്, മനസ്സിലായോ? ഓ അങ്ങനെ കാണാം നമുക്ക്. എന്തായാലും ശരണ്യ എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ്. അവൾക്ക് ചതിക്കാനും പറ്റിക്കാനും അറിയില്ല. അമ്മയുടെ മോനെ പ്രണയം നടിച്ച് അവളെ പറ്റിച്ചത്. പാവ ആ പെൺകുട്ടി വീണു പോവുമായിരുന്നു. നാണുമില്ല ഇങ്ങനെയൊക്കെ പറയാൻ. ആ പെൺകുട്ടിയുടെ മുഖം കണ്ട അമ്മ ഒരിക്കലും ഇങ്ങനെ പറയില്ലായിരുന്നു. പിന്നെ അലീനെ പറഞ്ഞല്ലോ, അവൾ എന്ത് തെറ്റാ ചെയ്തത്? ഒരിക്കലും അവൾ എന്നോട് ഇഷ്ടമൊന്നും ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ടില്ല. എനിക്കാണ് അവളെ ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങോട്ട് പോയത്. പിന്നെ ഇപ്പം അമ്മ എതിർക്കുന്നുണ്ടല്ലോ, അയ്യോ അലീന ഭയങ്കര വേലക്കാരത്തി പെണ്ണാണ്, അവളെ നീ വിവാഹം കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കുറേ എതിർക്കുന്നുണ്ടല്ലോ. പക്ഷെ എനിക്കുറപ്പുണ്ട്, യഥാർത്ഥത്തിൽ അലീന ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അമ്മ തന്നെയായിരിക്കും അയ്യോടെ മോനെ അവളെ കെട്ടട മോനെ എന്ന് എന്നോട് പറയാൻ പോണത്. യഥാർത്ഥത്തിൽ ആരാണെന്നോ? അവൾ യഥാർത്ഥത്തിൽ ആരാവാനാടാ? അച്ഛൻ ആരാണെന്നോ അമ്മ ആരാണെന്നോ അറിയാതെ ആരൊക്കെയോ പിഴച്ച് പ്രസവിച്ച ഒരുത്തി. അവൾക്ക് നിൽക്കാനും നിൽക്കാനും ഒന്നും ഒരു കഴിവില്ല. അവളെ ബാലചന്ദ്രൻ ഏതോ ഒരു വീട്ടിൽ വേലക്കാരത്തിയായിട്ട് ഇപ്പൊ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അവളെക്കുറിച്ച് ഇനി കൂടുതൽ എന്തറിയാനായിട്ടാണ്? ശരിയാ, ഇപ്പം നമുക്ക് കൂടുതലൊന്നും അറിയേണ്ടി വരത്തില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും അമ്മ സത്യങ്ങളൊക്കെ മനസ്സിലാക്കും. യഥാർത്ഥത്തിൽ അലീന ആരാണ് എന്നുള്ള സത്യം. ഇതെന്താടാ സിനിമയോ? അവസാനം ക്ലൈമാക്സിൽ അയ്യോ അലീന ആരാണെന്ന് അറിയുമ്പോഴേക്കും നിന്റെ പഴയ മുറപ്പെണ്ണാണെന്ന് അറിയുമ്പോൾ ഞാൻ കൈ പിടിച്ച് തരാനായിട്ട് ചിലപ്പോൾ കൈ പിടിച്ച് തന്നൊക്കെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് പോവാണ്. ഈ മനുഷ്യ ഇവൻ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് പോണത്? ഇവൻ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ? അവൻ എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇനി അലീന വലിയ പണക്കാരി വീട്ടിലെ പണക്കാരൻ്റെ വീട്ടിൽ അതിൽ പെണ്ണുവലുതും ആണോ? അങ്ങനെ പറ മനുഷ്യ, നമുക്ക് ആലോചിക്കാം. ഓഹോ, അപ്പം പണക്കാരി വീട്ടിലെ പെണ്ണാണെങ്കിൽ നിനക്ക് ആലോചിക്കാം അല്ലേ? ഈ പിന്നെ ജീവിക്കണമെങ്കിൽ പണം വേണ്ടേ മനുഷ്യ? ജീവിക്കണമെങ്കിൽ പണം വേണ്ട, അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് മതി എന്ന് പറയാണ് നമ്മുടെ അച്ഛൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ കമല ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അതിനുശേഷമാണ് മനുക്കാണെങ്കിൽ വല്ലാത്ത വിഷമം തോന്നണം. അലീനൊന്ന് കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റുന്നില്ലല്ലോ. അലീനക്കും അങ്ങനെ തന്നെ. കുറച്ച് കഴിയുമ്പോഴേക്കും അലീനൻ്റെ മൊബൈലിൽ ഫോൺ വിളിക്കുകയാണ് നമ്മുടെ മനു. അലീന ഫോൺ എടുക്കുന്നുണ്ട്. അലീന നിനക്ക് അവിടെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല മനുവേട്ടാ, പക്ഷേ ആരെയും കാണാൻ പറ്റത്തില്ലേ, നല്ല വിഷമമുണ്ട്. നീ വിഷമിക്കേണ്ട, നിൻ്റെ കൂടെ എപ്പോഴും ഞാനുണ്ട്. നിനക്ക് എപ്പോൾ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ എത്ര ദൂരെയാണെങ്കിലും അവിടേക്ക് വരും നിന്നെ കാണാനായിട്ട്. പക്ഷെ പെട്ടെന്ന് ഇപ്പം നടക്കില്ല, കാരണം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പം അങ്ങോട്ടേക്കൊന്ന് പോയി നിന്നെ കാണാൻ വേണ്ടി ശ്രമിക്കരുതെന്ന് അങ്കിള് പറഞ്ഞിട്ടുണ്ട്. ഏതങ്കിള്? അല്ല നിൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ ബാലചന്ദ്രൻ. ഓ ശരിയാ, ഇവിടെ ഞാൻ ഒത്തുവരണമല്ലോ, അതുവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ സമയം കൊടുക്കണമല്ലോ, അതായിരിക്കും. എന്തായാലും എൻ്റെ അച്ഛൻ ഒരുപാട് വേദനിക്കുന്നുണ്ടാവും. മനുവേട്ടന് സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് അവിടെ പോകണം കേട്ടോ. അതൊക്കെ നീ പറയണ്ട അലീന, അവിടെ പോയി ഞാൻ വേണ്ട പോലെ എല്ലാം ചെയ്തോളാം എന്ന് പറയാണ് മനു കേട്ടോ. അപ്പം ഇങ്ങനത്തെ കുറേ ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ നാളത്തെ എപ്പിസോഡിലൊക്കെ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.